ഹായ് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ SX4. ഇവന് കുറച്ച് മെക്കാനിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ഇവൻ്റെ ഹോൺ വർക്ക് ചെയ്യുന്നില്ല. ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ഇവൻ്റെ സ്റ്റിയറിംഗ് കോയിൽ അഥവാ കോൺടാക്ട് കോയിൽ ഷോർട്ട് ആയതാണ്. അപ്പോൾ അതൊന്ന് റീപ്ലേസ് ചെയ്യണം. പിന്നെ ഓൾസോ എൻ്റെ സൈഡ് മിറേഴ്സിൻ്റെ കണ്ടീഷൻസ് കണ്ടോ. അപ്പോൾ ഇതിനൊരു പ്രോപ്പർ റീപ്ലേസ്മെൻറ്റ് കൂടെ വേണം. അപ്പോൾ അതും കൂടെയാണ് നമ്മൾ സർവീസ് സെൻറ്ററിലേക്ക് പോണത്. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ ഒന്ന് കോൾ സ്റ്റാർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. കാര്യം അച്ഛനും കൂടെ വരുന്നുണ്ട്. അച്ഛനും എന്നെ പോലെ ചെറിയൊരു കാർ കൈയാണ്. അപ്പോൾ അച്ഛനും കൂടെ കൂട്ടി നേരെ സർവീസ് സെൻറ്ററിൽ പോകാമെന്ന് വിചാരിച്ചു. സ്പീഡോമീറ്റർ കണ്ടോ, അതിൽ എയർ ബാഗ് വാർണിംഗ് ലൈറ്റ് കത്തിക്കിടക്കണതുള്ളത് അതും ഈ സെയിം കോൺടാക്ട് കോയിലിൻ്റെ ഫെയിലിയർ കൊണ്ടാട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അതാണ് ഹോണും എയർ ബാഗ് വാർണിംഗ് ലൈറ്റ് കത്തിയേക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ എത്തിയത് പിറം സായി സർവീസിലാണ്. ചെന്നപ്പോൾ തന്നെ അവിടുത്തെ സർവീസ് ടീം ജോബ് കാർട്ടൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു. ഫസ്റ്റ് ഇൻസ്പെക്ഷനൊക്കെ ഉണ്ട് വണ്ടിയുടെ, അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ജോബ് കാർട്ട് സെറ്റ് ചെയ്തു. ഞങ്ങളൊരു കസ്റ്റമർ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കസ്റ്റമർ ലോഞ്ച് വെയിറ്റ് ചെയ്തപ്പോഴാണ് പുറത്ത് കുറച്ച് മഴ വീണ് കണ്ടു. അപ്പോൾ ലോഞ്ച് ക്ലാസ്സിൽ കൂടെ നമ്മുടെ SX4ൻ്റെ കുറച്ച് വിഷ്വൽസ് കൂടെ ഞാൻ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ വിഷ്വൽസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി വർക്ക്ഷോപ്പ് ബേയിലേക്ക് കയറ്റി. അവിടെ നമ്മുടെ വർക്ക്ഷോപ്പ് മാനേജർ പ്രവീൺ ഉണ്ടായിരുന്നു. പ്രവീൺ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പോയിൻ്റ് ബൈ പോയിൻ്റ് അനലൈസ് ചെയ്തു. അവിടെ പാർട്സൊക്കെ റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെറ്റാക്കി നേരെ ഒരു ടെസ്റ്റ് ഡ്രൈവിലേക്ക് പോയി. വണ്ടി ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്ത് എല്ലാം എറർ കോഡ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയറൊക്കെ ആക്കി നമുക്ക് തിരിച്ച് വണ്ടി പ്രവീൺ ബേയിലേക്ക് തന്നെ കൊണ്ടുവന്ന് തന്നു. അവിടെ വന്ന് ഞാൻ ബില്ലൊക്കെ എല്ലാം സെറ്റിൽ ചെയ്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വണ്ടി. പിന്നെ ഇവൻ്റെ പ്രോഗ്രാംസും കൂടെ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു, ബിക്കോസ് എൻ്റെ പ്രോ പെർഫെക്റ്റ് അല്ലായിരുന്നു. പിന്നെ അതൊക്കെ കൂടെ ഞാൻ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കോൺടാക്ട് കോയിൽ. ഇതുകൊണ്ടാണ് നമ്മുടെ ഹോണും സ്റ്റീറിംഗ് മൗണ്ടഡ് കൺട്രോൾസും എയർ ബാഗ് സൈനും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ റെക്ടിഫൈ ആയി. ഇത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റിയറിംഗ് ഏത് ഡയറക്ഷനിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്കും ഈ ഒരു കോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ മെക്കാനിസം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മിറേഴ്സ് കൂടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പുതിയ മിററൊക്കെ കയറ്റി ഇപ്പോൾ നല്ല വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ബാറ്ററി ട്രേ കുറച്ച് റസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാനൊന്ന് റീപ്ലേസ് ചെയ്ത് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ പാർട്സ് ഉണ്ട്, ഇതിൻ്റെ ഹീറ്റ് ഷീൽഡും കൂടെ റീപ്ലേസ് ചെയ്യാനുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും. അൺടിൽ ദെൻ കീപ് ഡ്രൈവിംഗ്. ബൈ ബൈ.